സീരിയസ് ഡോക്ടർ? ഇപ്പൊ സീരിയസ് ആയി ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ ഇല്ലെന്ന് തീർത്തു പറയാനും വയ്യ. സൂക്ഷിച്ചില്ലെങ്കിൽ ഹൃദയത്തിന് തകരാറാണ്. ചിലപ്പോൾ പ്രഷറിന്റെ അറ്റാക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യണോ? ഏയ്, ഇപ്പൊ വേണമെന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും വരാം. വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു തറോ ചെക്കപ്പ് നടത്താമല്ലോ. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിച്ചോളൂ. താങ്ക് യു ഡോക്ടർ. സിന്ധുവിന് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന വിധം എന്തെങ്കിലും സംഭവിച്ചോ? ആ പയ്യൻ? അത് ഞാൻ അറിഞ്ഞു. അതിനുശേഷം ഇവിടെ വല്ലതും സംഭവിച്ചോ? എന്താ പറയാൻ വിഷമമുള്ള എന്തെങ്കിലും? ഏയ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്റെ ബ്രദേഴ്സും സിസ്റ്ററും ഇവിടെ വന്നിരുന്നു. ആ, ഇപ്പൊ മനസ്സിലായി. സിന്ധുവായിരുന്നിരിക്കും സംസാര വിഷയം. സ്വാഭാവികമായും അവളെ വേദനിപ്പിക്കത്തക്ക വിധത്തിൽ അവർ സംസാരിച്ചിരിക്കും. അതാ അതിന്റെ ശരി. അത്തരം രംഗങ്ങൾ ഒഴിവാക്കണം. മാത്രമല്ല, ഈ വീട്ടിൽ ഇങ്ങനെ അടച്ചുമൂടി കഴിഞ്ഞാൽ... അകത്തിരുന്നിട്ടേ ജനം സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞു. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താ? ഏതായാലും ജനം സംസാരിച്ചു കഴിഞ്ഞല്ലോ. പറഞ്ഞതല്ലേ ആവർത്തിക്കാനുള്ളൂ. എന്നാലാകുന്നതൊക്കെ ചെയ്യാം. ഐ വാണ്ട് ഹർ ടു ബി ഹാപ്പി. ഐ മീൻ, അസുഖം മാറാൻ വേണ്ടി എന്ത് വേണേലും ചെയ്യാം. ദാറ്റ്സ് ഗുഡ്. എന്നാ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. അങ്ങും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അല്പം ഔട്ടിങ്ങും ഗെയിംസും ഒക്കെ അങ്ങേക്കും ആവശ്യമാണ്. വെറുതെ ഇരുന്നാൽ... വാട്ട് ഐ മീൻ ടു സേ ഈസ്... യെസ് ഡോക്ടർ. നത്തിങ്. ബട്ട് അങ്ങും ഒറ്റയ്ക്കാണല്ലോ. സിന്ധു ഇവിടെ ഉള്ളത് അതിനും ഒരു പരിഹാരമാവും. അതൊരു ആവശ്യവുമാണ്. മനസ്സിലായില്ല. വാട്ട് യു മീൻ ഡോക്ടർ? ഐ സെഡ് ഹെൽപ്പ് ഹർ ടു ഹെൽപ്പ് യു. ഒരു മോർണിംഗ് വാക്ക്, വൈകുന്നേരം എന്തെങ്കിലും ഗെയിംസ്, നാടകം, നൃത്തം, സിനിമ. ഞാനോ? വൈ നോട്ട്? ഇനി എനിക്കൊരു ജ്യേഷ്ഠത്യം കൂടിയായാൽ എല്ലാമായി. ആ ജ്യേഷ്ഠത്യം ആദ്യം പുറത്താക്കുന്നത് നിന്നെ ആയിരിക്കും. സാരമില്ല. എന്നാലും അങ്ങയുടെ ജീവിതം... മൈ ജീവിതം ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പാവം അപ്പൂപ്പൻ എന്താഗ്രഹമാണെന്നോ. എന്നും എന്നെ ശുപാർശ ചെയ്യും അങ്ങയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. എങ്കിൽ ജ്യേഷ്ഠത്യം രണ്ടാമത് പുറത്താക്കുന്നത് രാമേട്ടനെ ആയിരിക്കും. ലോകത്തുള്ള സ്ത്രീകളെല്ലാം അങ്ങനെയാണെന്നാണോ അങ്ങ് ധരിച്ചു വെച്ചിരിക്കുന്നത്? ശേഷി, എനിക്ക് സ്ത്രീകളെ സ്നേഹമാണ്, ബഹുമാനമാണ്. പക്ഷേ മുക്കാൽ ഷഷ്ടിയബ്ദ പൂർത്തി കഴിഞ്ഞിരിക്കുന്ന ഈ കണ്ടീഷനിൽ ഒരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല. അതിന്റെ ആവശ്യം അനുഭവപ്പെട്ടിട്ടില്ല. ഇത് ദുശാഠ്യമാണ്. അല്ല സിന്ധു, കഴിക്കേണ്ട പ്രായത്തിൽ ഞാൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ നിന്റെ പ്രായത്തിലുള്ള മക്കളും ഒരു പക്ഷേ അവരുടെ മക്കളും ഉണ്ടായേനെ. ഇനി അതേപ്പറ്റി ആലോചിക്കുന്നതേ ബോർ. അങ്ങയുടെ പ്രായമുള്ളവരാരും വിവാഹം കഴിക്കുന്നില്ലേ? ഉണ്ടായിരിക്കാം. അതിനവർക്ക് കാരണങ്ങളും ന്യായീകരണങ്ങളും ഉണ്ടാകാം. ക്വൈറ്റ് പോസിബിൾ അതവരുടെ ആവശ്യമായിരിക്കാം. ബട്ട് ഐ ഡോണ്ട് ഫീൽ സോ. ഐ ആം ഹാപ്പി ഇൻ മൈ ഓൺ വേ, ക്വൈറ്റ് സാറ്റിസ്ഫൈഡ് ഓൾസോ. അതുകൊണ്ട് നമുക്ക് മറ്റു വല്ല നല്ല കാര്യത്തെ പറ്റി സംസാരിക്കാം. വരും. എന്നെ കണ്ടപ്പോ നിർത്തി കളഞ്ഞു. ഡോക്ടറുടെ കുട്ടികളാ. രണ്ടേ പാടുള്ളൂന്നാ, മൂന്നായിപ്പോയി. അല്ല, ഡോക്ടറുടെ ശരീരപ്രകൃതി അനുസരിച്ച് ഒരു 6 ആയാലും അധികമായി എന്ന് പറയാനാവില്ല. 6 എന്തിന്? ഇവനൊരുത്ത മതിയല്ലോ ഒരു വീട് മുഴുവൻ തകർക്കാൻ.
അമ്മാവന് ക്രിക്കറ്റ് കളിക്കാൻ അറിയോ? ഇല്ല മോനെ. ബാഡ് ബോയ്. കപിൽ ദേവാണെന്നും പറഞ്ഞ് നടക്കുക. അല്ല, ജയൻ. ഞാനാണ് ജയൻ. ജയന്റെ വലിയ ഫാനാ. പടം കണ്ടുവന്ന അപ്പൊ തുടങ്ങും സ്റ്റണ്ട്. ഓ, മോള് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ. എന്താ പേര്? ലത. മോളുടെയോ? ബേബി. മോൻ ഇവരോടൊന്ന് സ്റ്റണ്ട് ചെയ്ത് കേട്ടോ. അമ്മാവൻ ചെയ്യുന്നോ സ്റ്റണ്ട്? അമ്മാവന് വയസ്സായില്ലേ മോനെ, ഇനി എന്ത് സ്റ്റണ്ട്? അത്രയ്ക്കൊന്നും വയസ്സായിട്ടില്ല അല്ലേ സിന്ധു? അല്ലെങ്കിൽ തന്നെ സ്റ്റണ്ടിന് വയസ്സൊരു പ്രശ്നമാണോ? ജസ്റ്റ് എ മിനിറ്റ്. യു സി, സിന്ധു ഇസ് ഓൾ റൈറ്റ്. ഇനി അവൾക്ക് വേണ്ടത് ഒരു ജീവിതമാണ്. കഴിഞ്ഞതൊക്കെ മറക്കാൻ ഒരവസരം. അങ്ങേക്കത് സാധിക്കും. ഐ മീൻ ഇറ്റ്. എല്ലാം നഷ്ടപ്പെട്ട ഒരു കുട്ടി കഴിയുമെങ്കിൽ വൈകിട്ടില്ല. ഡോക്ടർ, അങ്ങേക്കാൾ ഏറെ ജീവിതം കണ്ടവളാണ് ഞാൻ. ടിഷ്യൂം ടിഷ്യൂം. വികൃതി. സിന്ധു, സിന്ധു, പറഞ്ഞതൊന്നും മറക്കണ്ട. വരട്ടെ രാമേട്ട. ഇത്ര പെട്ടെന്ന് പോവാണോ? നേരം പോയതേ അറിഞ്ഞില്ല. അദ്ദേഹം വന്ന് കാത്തിരിക്കുന്നുണ്ടാവും. വരട്ടെ. ടാറ്റ അങ്കിൾ. ബൈ. സിന്ധു, ഞാൻ തന്നെ. എന്തുണ്ടായി? വാതിൽ തുറക്കൂ. എന്തു പറ്റി സിന്ധു? എന്താ മോളെ? ഞാനൊരു പേടി സ്വപ്നം കണ്ടു. ഓ, ഞാൻ വല്ലാതെ പേടിച്ചു. എന്ത് സ്വപ്നമാകേണ്ടത്? അത് ഞാൻ ശരിക്കും ഓർമ്മിക്കുന്നില്ല. ഇനി സ്വപ്നമൊന്നും കാണില്ല. വാതിലും ജനലും ഒക്കെ അടച്ച് ലൈറ്റ് ഇട്ട് കിടന്നുറങ്ങിക്കോളൂ. തനിച്ചു കിടന്നാൽ എനിക്കിപ്പോഴും പേടി മാറിയിട്ടില്ല. രാമേട്ടൻ കൂട്ടുകിടക്കും. ആ, ഞാൻ കൂർക്കം വലിക്കും. അത് കേട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ള പരാതി ഒന്നും ഉണ്ടാവരുത്. സിന്ധുക്കുട്ടി, സിന്ധുക്കുട്ടി, പുലരാറായി. അപ്പൂപ്പന് പുലരുന്നതിന് മുമ്പ് എണീറ്റാ ശീലം. കണ്ണു തുറന്നു നോക്കുമ്പോ എന്നെ കണ്ടില്ല എന്ന് വെച്ച് പേടിച്ച് നിലവിളിക്കരുത്. അത്രേ ഉള്ളൂ. ഇല്ല പൂപ്പ, ഇനി എന്നും പുലരുന്നതിന് മുമ്പ് എന്നെയും വിളിച്ചോളൂ. ഞാനും എണീക്കാം. അപ്പൂപ്പൻ പോയിട്ട് സൂര്യ നമസ്കാരവും ബസ്കിയും കസരത്തും ഒക്കെ എടുക്കും. അതാ അപ്പൂപ്പന്റെ ആരോഗ്യം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഞാനും എടുക്കാം. ആ, എന്നാ ഒന്ന് കാണാലോ. 4 ദിവസത്തേക്ക് ശരീരം അനക്കാൻ പറ്റില്ല. സാരമില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. കൃഷ്ണ കൃഷ്ണ
പിന്നെ നീ ആ ഹോട്ടലിലെ ബോയ് അല്ലേ? എന്നാ സന്യാസം സ്വീകരിച്ചത്? എല്ലാം ഭഗവാന്റെ ലീലാവിലാസം. ഭഗവാൻ രാമേട്ടന്റെ ദർശനം ലഭിക്കണമെന്ന് അന്നു മുതലേ ആഗ്രഹിച്ചിരുന്നതാണ്. സ്ഥലം ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലും ഭവനം ഇതാണെന്ന് അറിയില്ലായിരുന്നു. നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. നീ ഇതുങ്ങളെയൊക്കെ കൂട്ടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? എല്ലാം ഭഗവാന്റെ നിശ്ചയം. അന്ന് മേനോൻ ഭഗവാനും രാമേട്ടൻ ഭഗവാനും കൂടി സിന്ധു ഭഗവതിയെ ഇങ്ങോട്ട് ആനയിച്ചല്ലോ. ദേവി ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? നിനക്കതൊക്കെ അറിഞ്ഞിട്ട് എന്താ വേണ്ടേ? ആ വനമാലി ഉണ്ടല്ലോ ഭഗവാൻ ദിലീപൻ. അയാൾ നിങ്ങൾ ഗമിച്ച ശേഷം ഹോട്ടലിൽ ആഗതനായി. ഞങ്ങൾ വിവരം പറഞ്ഞു. മേനവൻ തിരുവടികളുടെ മേൽവിലാസവും കൊടുത്തു. എന്നിട്ട് ആ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ അതെ, സർവ ചരാചരങ്ങളെയും ആ രൂപത്തിലാണ് നാം കാണുന്നത്. ദിലീപനിലും ആ പരന്തമനെ നാം ദർശിക്കുന്നു. കാര്യം പറയടാ. 2 നാളുകൾക്ക് ശേഷം ദിലീപൻ മടങ്ങിയെത്തി. നിരാശനായി, ദുഃഖിതനായി, ക്ഷീണിതഗാത്രനായി. മുഖകമലത്തിൽ ശ്മശ്രുക്കൾ നീണ്ടു നിന്നിരുന്നു. ഞാൻ വിവരം അന്വേഷിച്ചു. 2-4 ദിനം കൊണ്ടൊരു തന്നെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. ഭജനയൊക്കെ പിന്നീടാവാം. കാര്യം എന്താന്ന് വെച്ചാ പറ. ദിലീപൻ ഉര ചെയ്തു. ശ്രീകുമാര, ഞാൻ വഞ്ചിക്കപ്പെട്ടു. അവൾ ആ മേനോൻ ഭഗവാനുമായി മണിമാളികയിൽ ദാമ്പത്യ ജീവിതം നയിക്കുന്നുവെന്ന്. അനാവശ്യം പറയരുത്. മാളിക മുകളേറിയ മന്നന്റെ സമരം ചെയ്യല്ല. അയ്യോ, അരിഞ്ഞു കളി തന്നെയാ. ഉള്ള സത്യം എന്താന്ന് വെച്ചാ പറഞ്ഞു. അയ്യോ അമ്മാവ, ആ പയ്യൻ കറുത്തമ്മയെ നഷ്ടപ്പെട്ട പരികുട്ടിയെ പോലെ ആ കടപ്പുറത്ത് ചങ്കൂട്ടി പാടി നടക്കണം. വാളട് വാളട് വാളട്. സത്യമാണോ നീ പറയണത്? ഞാൻ സത്യമേ പറയൂ, സത്യമേ ചിന്തിക്കൂ, സത്യമേ ചെയ്യൂ. നീ ആ ചെക്കനെ കണ്ടാ പറഞ്ഞേക്ക്. ആ പെങ്കൊച്ച് ഇവിടെയെങ്കിലും ഇല്ല, അവളുടെ വീട്ടിൽ പോയിന്ന്. പൊക്കോ. ഭക്തകളെ, ഇവിടെ ധനാഗമനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഗമിക്കാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അപ്പൂപ്പൻ നല്ലയാളാ. അത്താഴം വിളപ്പിച്ച് ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? എനിക്ക് വിശപ്പില്ല കുഞ്ഞെ. നല്ല സുഖവും തോന്നുന്നില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. വയറ് നിറയെ ആഹാരം കഴിച്ചാൽ അസുഖമൊക്കെ മാറും. വരൂ. എന്താ അപ്പൂപ്പ? ഞാനൊന്ന് ചോദിച്ചോട്ടെ കുഞ്ഞെ? അതിനെന്റെ അനുവാദം വേണോ? നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ലല്ലോ, ഞങ്ങളെ വിട്ട് പോവില്ലല്ലോ. എന്തേ അപ്പൂപ്പ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? പോവില്ലെന്ന് പറയൂ. ഞാൻ ഇവിടെ പോകാനാ? അതൊന്നും എനിക്കറിയില്ല. മോള് പോവില്ല എന്ന് പറയും. ഇല്ല അപ്പൂപ്പ, ഞാൻ ഒരിക്കലും പോവില്ല. ഒരു പക്ഷേ എന്നെങ്കിലും ആ പയ്യൻ വന്ന് വിളിച്ചാൽ? ഏത് പയ്യൻ? കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഓടിക്കളഞ്ഞില്ലേ അവൻ, ആ ദിലീപൻ. ദിലീപിനി വരില്ല അപ്പൂപ്പ. വരണമെങ്കിൽ എന്നേ വരണമായിരുന്നു. അവൻ എന്നെ മറന്നു കാണും. ഇല്ലെങ്കിൽ അവൻ വന്നാ കുഞ്ഞ് പോവോ? വരില്ലെന്നേ. വന്നാ കുഞ്ഞ് ഞങ്ങളെ ഈ വീടിനെ ഉപേക്ഷിച്ചിട്ട് പോയിക്കളയൊന്നും അപ്പൂപ്പൻ അറിയണ്ടേ? പറയൂ. വന്നാൽ വന്നാൽ പറയൂ കുഞ്ഞെ. ഇല്ല, ഞാൻ പോവില്ല. ഇനി ഞാൻ എങ്ങും പോവില്ല. സത്യം? ഈ സിന്ധുവിനെ അപ്പൂപ്പന് വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല മോള്, അപ്പൂപ്പന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാ. എന്റെ കയ്യിൽ തൊട്ട് സത്യം ചെയ്യും, മോൾ ഈ വീട് വിട്ടു പോവില്ല. സത്യം 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 സത്യം.